മറ്റൊരു പോളിംഗ് ബൂത്തിലേക്ക് കേരളം നടന്നു നീങ്ങാൻ ഇനി എത്ര ദിവസമുണ്ട് എന്ന ധൈര്യത്തോടെ ചോദിക്കാൻ ഇന്ന് ഒരു ഇടതുപക്ഷ നേതാവിനും കഴിയില്ല. പകരം ഇനിയും കുറച്ചധികം ദിവസങ്ങളോ മാസങ്ങളോ കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം അത്രമേൽ ജീർണിച്ച അവസ്ഥയിലാണ് ഇന്ന് CPM എന്ന പ്രസ്ഥാനം എത്തി നിൽക്കുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ മുച്ചൂടും കട്ടുമുടിപ്പിച്ച് സാധാരണക്കാരന്റെ വയറ്റത്തടിച്ചവർക്ക് ഇനിയൊരു തവണ കൂടി ഭരണം നൽകിയാൽ എന്താകും അവസ്ഥയെന്ന് റേഷൻ കടയ്ക്ക് മുന്നിൽ സഞ്ചി തൂക്കി നിൽക്കുന്ന പാവപ്പെട്ടവനെന്ന് നന്നായി അറിയാം. ആ തിരിച്ചറിവിനെ ശരിവയ്ക്കുന്ന അവസാനത്തെ അടിയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും CPMന് ലഭിച്ചിരിക്കുന്നത്. ഒരു വശത്ത് തട്ടിപ്പും വെട്ടിപ്പും നടത്തിയവർ അഴികൾക്കുള്ളിലാകുമ്പോൾ മറുവശത്ത് അവർ നടത്തിയ ഓരോ രൂപയുടെയും കണക്കുകൾ എണ്ണി പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ മുതിർന്ന നേതാവായ വി കുഞ്ഞികൃഷ്ണൻ രംഗത്തേക്ക് വന്നിരുന്നു. ഇത് കേവലം ഒരാളുടെ പോരാട്ടമല്ല, താൻ മാത്രമല്ല ഈ പ്രസ്ഥാനം ഇനിയും ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അനേകം സഖാക്കൾ തനിക്കൊപ്പമുണ്ട് എന്ന് കുഞ്ഞികൃഷ്ണൻ ഉറപ്പിച്ചു പറയുമ്പോൾ അത് ചെന്ന് കൊള്ളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടനെഞ്ചിലേക്ക് തന്നെയാണ്. കണ്ണൂരിലാണ് ഈ സംഭവ വികാസങ്ങൾ എന്നുകൂടി ഓർക്കണം. പാർട്ടി ഗ്രാമങ്ങളാണ് തങ്ങളുടെ കരുത്തെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന മുഖ്യമന്ത്രിയുടെ മണ്ണിൽ നിന്നും രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച MLAക്കെതിരെ കുഞ്ഞികൃഷ്ണൻ ആഞ്ഞടിക്കുമ്പോൾ പാർട്ടി അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലേക്ക് എത്തുകയാണ്. ഈ പാർട്ടിയെ പുറത്തു നിന്നുമുള്ളവർക്ക് തകർക്കാൻ കഴിയില്ല എന്ന് കുഞ്ഞികൃഷ്ണൻ പറയുമ്പോൾ അകത്തിരുന്ന് ചിതലുകളെ പോലെ പാർട്ടിയെ കാർന്നു തിന്നുന്നവരെ അദ്ദേഹം തുറന്നു കാണിക്കുന്നുമുണ്ട്. പണ്ടേ മുമ്പ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞ വാക്കുകൾ ഇന്ന് അക്ഷരം പ്രതി ശരിയാകുകയാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ CPM കുഴിച്ചുമൂടുന്നു എന്നായിരുന്നു അന്ന് വേണുഗോപാൽ ആരോപിച്ചത്. ആലപ്പുഴയുടെ MP ആണെങ്കിലും കണ്ണൂരിലും വേരുകളുള്ള വേണുഗോപാൽ അന്ന് പറഞ്ഞത് ഇന്ന് ഓരോ മലയാളിയും തിരിച്ചറിയുന്നു. തൊഴിലാളി വർഗത്തിനായിട്ട് മുഷ്ടി ചുരുട്ടിയ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം ഇന്ന് വെറുമൊരു മുതലാളിത്ത പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. അധികാരം കയ്യിലുള്ളപ്പോൾ എന്തുമാകാമെന്ന അഹന്തയാണ് ഇന്ന് നേതാക്കളെ ഭരിക്കുന്നത്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള മുതിർന്ന നേതാവിനെ കുലം കുത്തിയാക്കി പുറത്താക്കാനാണ് ഇന്ന് പാർട്ടി ശ്രമിക്കുന്നത്. അച്ചടക്ക ലംഘനമാണ് പുറത്താക്കാൻ കാരണമാക്കി പറയുന്നതും. ഇന്ന് CPMൽ അച്ചടക്കം എന്നാൽ പാർട്ടി നേതാക്കൾ നടത്തുന്ന കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ അത് കണ്ട് കണ്ണടയ്ക്കുകയോ മൗന അനുവാദം നൽകുക ചെയ്യുക എന്നിവയൊക്കെയാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവർ നൽകുന്ന ചായയും കുടിച്ച് സമാധാനമായിട്ട് വീട്ടിലിരിക്കുന്നതാണ് ഇന്നത്തെ അച്ചടക്കമെങ്കിൽ ഞാൻ അച്ചടക്കത്തിനില്ല എന്ന് കുഞ്ഞികൃഷ്ണൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. EMS ജീവിച്ചിരുന്ന കാലത്ത് ഒരു സംഭവം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. അന്ന് 2000 രൂപയുടെ ചെക്ക് മാറിയതിൽ കണക്കിൽ വ്യത്യാസം കണ്ടപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറെ വരെ ശിക്ഷിച്ച പാരമ്പര്യമുണ്ട് ഈ CPM എന്ന പ്രസ്ഥാനത്തിന്. എന്നാൽ ഇന്ന് ലക്ഷങ്ങളുടെ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചവർക്കെതിരെ മിണ്ടാൻ പോലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഭയപ്പെടുകയാണ്. ആത്മാർത്ഥതയുള്ള ഒരു സഖാവിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇന്ന് നേതൃത്വം കൈകൂപ്പി നിൽക്കേണ്ട അവസ്ഥയാണ്. രാജ്യം അതിന്റെ 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ അഴിമതിയുടെയും വെട്ടിപ്പിന്റെയും പേരിൽ CPM നേതാക്കൾ പലരും അഴിക്കുള്ളിലാണ് എന്നത് കേരളത്തിന് അപമാനകരം തന്നെയാണ്. പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവിട്ട കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി നടപടിയെടുക്കുമ്പോൾ അത് തകർക്കുന്നത് ഒരു വലിയ വിശ്വാസം കൂടിയാണ്. മുതിർന്ന നേതാവായ കുഞ്ഞികൃഷ്ണന് പിന്നിൽ വലിയൊരു വിഭാഗം അണികൾ കൂടിയുണ്ട്. കണ്ണൂരിൽ പാർട്ടി പിളരുകയാണ്. പിണറായി വിജയൻ എന്ന കപ്പിത്താൻ നയിക്കുന്ന ആ കപ്പൽ മുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഈ തകർച്ച മറച്ചുവെക്കാൻ കോൺഗ്രസിനെ പിളർത്താനും തരൂരിനെ പോലെയുള്ളവരെ വശത്താക്കി മൂന്നാം മൂഴം ഉറപ്പിക്കാനും CPM ചതുരംഗപ്പലക നിരത്തുന്നുണ്ടാകാം. പക്ഷേ സ്വന്തം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അവർ തിരിച്ചറിയുന്നില്ല പോലും. തൊഴിലാളികളുടെ വിയർപ്പിനും രക്തസാക്ഷികളുടെ ജീവനും വില പറഞ്ഞ നേതാക്കൾക്കുള്ള മറുപടി പാവപ്പെട്ട ജനങ്ങൾ നൽകി കഴിഞ്ഞു. വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതിലൂടെ നീതിയെയും സത്യത്തെയുമാണ് പാർട്ടി പുറത്താക്കിയിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലം എന്താകുമെന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. വഞ്ചിക്കപ്പെട്ട അണികളും പട്ടിണിയിലായ സാധാരണക്കാരും ചേരുന്ന ഒരു മഹാപ്രവാഹത്തിന് മുന്നിൽ പിണറായി ഭരണകൂടം തകർന്നടിയുക തന്നെ ചെയ്യും.